അഞ്ജന കണ്ണെഴുതി ആലിലത്താലി ചാർത്തി അറപ്പുറവാതിലിൽ ഞാൻ കാത്തിരുന്നു. ഇതാണ് മടിസാർ സാരി. ഇത് സാധാരണ സാരി പോലെയല്ല, ഇത് ധരിക്കുന്നതിലും അല്പം വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു സാരിയുടെ പ്രത്യേകത എന്ന് നോക്കാം. സെക്കൻഡ് സെഞ്ച്വറി ആ സമയത്തുള്ളൊരു ഒറിജിൻ ചെയ്തൊരു ഇതാണ്. കല്യാണത്തിന് മുമ്പ്, അതായത് താലി കെട്ടുന്നതിന് മുമ്പ് ഭർത്താവ് നമുക്കിത് തരും. നമുക്ക് നമസ്കരിച്ചിട്ടൊക്കെ നമ്മളിത് വാങ്ങിക്കും. എന്നിട്ട് ഇത് ആദ്യമായിട്ട് അപ്പോഴാണ് നമ്മൾ ഉടുക്കുന്നത്. കഞ്ചകളായ താക്ഷി കാമാക്ഷി കമലാ മനോഹരി ത്രിപുര സുന്ദരി. എത്രത്തോളം കംഫർട്ടാണ് ഈ സാരി എടുത്തിട്ട് പുറത്തു പോകാനൊക്കെ? ഇതൊരു ചുരിദാറിൻ്റെ കൺസ്ട്രക്ഷൻ ആയിട്ട് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഈ ചുരിദാറൊക്കെ ഇതിന്ന് ഡിറൈവ് ആയതാണെന്ന് തോന്നാറുണ്ടായി. കാരണം നമ്മൾ ഉടുക്കുമ്പോൾ അത് ഒരു പഞ്ചയുടെ ഒരു താറ് വരും. അപ്പോൾ രണ്ട് സൈഡിൽ നമുക്ക് പാൻറ്റ് പോലെ ആവും. എന്നിട്ടാണ് പിന്നെ ഇത് ഉടുക്കുന്നത്. അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും കയറാം, ക്ലൈംബ് ചെയ്യാം. ഞാനിത് ഉടുത്തിട്ട് 2 വീലർ ഓട്ടിക്കും, കാർ ഓട്ടിക്കും, അങ്ങനെ എല്ലാ സ്ഥലത്തും പോകും. അങ്ങനെ വളരെ കംഫർട്ടബിളായിട്ട് എനിക്ക്. 18 മുഴം സാരി എന്നും ഈ ഒരു സാരി അറിയപ്പെടാറുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ പല ഭാഗങ്ങളിലും തമിഴ് ബ്രാഹ്മിൻസ് ആണ് ഈ ഒരു സാരി കൂടുതലായിട്ടും ധരിക്കുന്നത്. ഗൗരി കല്യാണ വൈഭവമേ രാമ കല്യാണ വൈഭവമേ. മടിസാറിൽ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. ഇപ്പം ഞാൻ ധരിച്ചിരിക്കുന്നത് തമിഴ് മടിസാറാണെങ്കിൽ ഇത് വന്നിട്ട് തെലുഗു മടിസാറാണ്. എങ്ങനെയാണ് ഈ ഒരു തെലുഗു മടിസാർ ഇങ്ങനെ ഉടുക്കുന്നത്? ഇത് 18 മുഴം തന്നെയാണ്, 9 yards. പക്ഷേ ഇത് ഉടുക്കുന്ന രീതി ഡിഫറെൻ്റ് ആണ്. ഇത് ആക്ച്വലി താർ എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. ഇതിൻ്റെ ഒരു ഫ്ലീറ്റ് അകത്ത് വരും. സോ ഇറ്റ് ഈസ് ലൈക്ക് ഡിവൈഡഡ് സ്കേർട്ടോ ഡിവൈഡഡ് ഒരു പാൻറ്റ് പോലത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് അകത്തിടുമ്പോൾ. അത് നമുക്ക് അകത്ത് പോയി അതിൻ്റെ പുറത്ത് ഫ്ലീറ്റ്സ് ആകും. ഇത് ഫ്ലീറ്റ്സ് അകത്ത് പോയിട്ട് ഇത് പുറത്ത് വരുന്നത് ആ എക്സാക്ട്ലി ഉടുക്കുമ്പോൾ ഫീൽ ആയി കാണും. അതാണ് ഇതിന്റെ വ്യത്യാസം. ഇത് ഓരോ സ്റ്റേറ്റിലും ഓരോ വിധമുണ്ട്. ഇന്നും പല ബ്രാഹ്മണ വീടുകളിലും പരമ്പരാഗത രീതിയിൽ ചേല ഞൊറിഞ്ഞൊടുക്കുന്ന പാട്ടിമാരുണ്ട്. എങ്ങനെയാ പണ്ട് മുതലേ സാരി എടുക്കാറുണ്ടോ? 20 വയസ്സ് മുതൽക്കണ്ടേ ഇങ്ങനെ തന്നെ എടുക്കും. ആദ്യം മുതൽ കെട്ടണം, പിന്നീട് ഒരു ശുദ്ധ കൂടെ വരും, പിന്നെ താരയിടണം. താരയിട്ടിട്ട് മേലെ ഇന്നൊരു ശുദ്ധ കുട്ടി മേലെ മുകളിലിടും. അങ്ങനെ തന്നെ പതിവായിട്ട് കെട്ടുന്നത്. മണവാളനെത്തും നേരം കൊടുമയിൽ ചൂടാനൊരു കുടമുള്ള മലർമാല കോർത്തിരുന്നു. പകുതി സ്ത്രീയും പകുതി പുരുഷനുമായ അർദ്ധനാരീശ്വര സങ്കല്പം കൂടിയാണ് മടിസാർ സാരി. പ്രേം ശശിക്കൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.